ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ടൈം ഇൻ്റർവെല്ലിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളത് ഡിഫൈൻ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ഓഫ് ടി. നമ്മൾ എക്സ് ഓഫ് ടി എന്നാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ സൈൻ വേവ്, എ സി പവർ സപ്ലൈ ഉണ്ടല്ലോ, അത് ഇ സി ജി. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സിലും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ എന്തായിരിക്കും ഡിഫൈൻഡ് അറ്റ് ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവൽ ഓഫ് ടൈം. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ എന്നാണ്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ടൈം സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്തത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽ. അതിൽ ഫസ്റ്റ് വൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ എക്സിബിറ്റിംഗ് നോ അൺസർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഇൻസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അവിടെ അൺസർട്ടൈനിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സൈൻ വേവ്. നമുക്ക് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂസ് നമുക്ക് അറിയണതാണ് അല്ലേ. അവിടെ അൺസർട്ടൈനിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റാൻഡം സിഗ്നലാണ്. റാൻഡം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റീസ് ഉണ്ടാവും. അത് നമുക്ക് അതിൻ്റെ ഏത് പോയിന്റ് അതിൻ്റെ വാല്യൂസ് എത്രയാണ് എങ്ങനെയാണെന്ന് നമുക്കവിടെ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് ഏത് ഇൻസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് തന്നെ അത് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അവിടെ റാൻഡം സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്തത് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ. പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സ് ഓഫ് ടി പ്ലസ് ടി ഇക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് അതിൻ്റെ ഒരു റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതാണ് അവിടെ എക്സ് ഓഫ് ടി, അതാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. അതൊരു ടി ഇൻ്റർവെലിന് ശേഷം അത് സെയിം വാല്യൂ തന്നെ ആയിരിക്കും വരാം. അതുകൊണ്ടാണ് അവിടെ എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് എഴുതിയിട്ടുള്ളത് ഫോർ ഓൾ ടി. അപ്പോൾ ഇത് നമ്മൾ ആ ക്യാപിറ്റൽ ടി ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്നാണ് നമ്മളോട് പറയുന്നത്. ഈ പീരിയോഡിക് സിഗ്നലിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളോട് ഗ്രാഫിക്കിലൂടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to 1 ഹൈ ആണ്, 1 to 2 ലോ, ആൻഡ് 2 to 3 എന്ന് പറയുന്നത് വീണ്ടും ഹൈ. ഇതാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഷേപ്പ് തന്നെ അവിടെ ഫോളോ ചെയ്യും. എന്താണ്, അടുത്ത 3 to 4 ഹൈ, പിന്നെ 4 to 5 ലോ, ആൻഡ് 5 to 6 അത് വീണ്ടും ഹൈ. ഇതാണ് ഇവിടെയാണ് നമുക്കവിടെ 2t വരുന്നത്. അപ്പോൾ അത് ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വേവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെയിം ഷേപ്പ് തന്നെയാണ് നമുക്കവിടെ വരുന്നത്. സോ അങ്ങനെയുള്ള സിഗ്നൽ നമുക്കവിടെ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയാം. അടുത്തത് അപീരിയോഡിക് സിഗ്നൽ. അപീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എബോവ് കണ്ടീഷൻ ഉണ്ടല്ലോ, എക്സ് ഓഫ് ടി പ്ലസ് ടി നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആയിരിക്കും. അതായത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അതിൻ്റെ ആ ഓരോ ടൈം ഇൻ്റർവെൽ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും വരാം. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽ നമ്മൾ പറയുന്നതാണ് അവിടെ അപീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അടുത്തത് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ ഓൾ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ് 0 ആയിരിക്കും വരാം. ആൻഡ് ആൻറ്റി കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും വരാം, അതിൻ്റെ വാല്യൂ 0 വരാം ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 0 അടുത്തത് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് സിഗ്നൽ. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി തന്നെയായിരിക്കും. അതായത് കോസ് വേവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോസ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് കോസ് ടി തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വേവ് ഫോമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കോസ് വേവിൻ്റെ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഹൈ വരാം, ആൻഡ് 90 ഡിഗ്രി അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് കോസ് വേവ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ കോസ് ടി. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണ്, ഈ ഒരു വേവ് ഫോം നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുള്ളതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ എ കോസ് ടി. ഇനി ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡ് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ സിമെട്രിക് എന്ന് പറയുന്നത് ഈവൺ സിഗ്നൽ ആണെങ്കിൽ ആൻറ്റി സിമെട്രിക് ആയിരിക്കും എന്ത്, ഓഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് എക്സ് ഓഫ് ടി ആണ്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ് അല്ലേ. അപ്പോൾ അതാണ് സൈൻ വേവ്, അതിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഒരു സൈൻ വേവ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ. സോ എ സൈൻ ടി എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് സിഗ്നൽ. അടുത്ത ടൈപ്പ് ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ആൻഡ് പവർ സിഗ്നൽ. അപ്പോൾ എനർജി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സിഗ്നലിൻ്റെ എനർജി എന്ന് പറയുന്നത് അവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്കവിടെ കിട്ടും.
അപ്പോൾ അത് ഒരു എനർജി സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ പവർ അതിൻ്റെ 0 ആയിരിക്കും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ എനർജി ഓഫ് ദ സിഗ്നൽ ഈസ് ഫൈനൈറ്റ്. അപ്പോൾ പവർ സിഗ്നൽ എന്തായിരിക്കും? പവർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവറേജ് പവർ എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത് പവർ സിഗ്നൽ ആവുന്നതിൻ്റെ.